നമസ്കാരം. നമ്മൾ അടുത്തതായി മൊഡ്യൂളുകളെ പരിചയപ്പെടുകയാണ്. മൊഡ്യൂളുകൾ എന്താണെന്നും മൊഡ്യൂളുകൾ പ്രോഗ്രാമിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യും. ആദ്യമായി എന്താണ് ഒരു മൊഡ്യൂൾ എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഫംഗ്ഷനുകളെക്കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകൾ കണ്ടു, അതേപോലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളെ കണ്ടു. അപ്പോൾ ഒരു മൊഡ്യൂൾ എന്നാൽ ഒരു പൈത്തൺ ഫയലാണ്. ഈ പൈത്തൺ ഫയലിൽ ധാരാളം പൈത്തൺ കോഡുകളുണ്ടാകും. ഈ പൈത്തൺ കോഡുകൾ പ്രധാനമായും കുറേ ഫംഗ്ഷനുകളായിരിക്കും. അപ്പോൾ ഈ മൊഡ്യൂൾ ക്യാൻ ഡിഫൈൻ ഫങ്ഷൻസ്, അതുപോലെ റണ്ണബിൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കോഡുകളും ഒക്കെ ആവാം. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു മൊഡ്യൂൾ എന്നാൽ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഒരു മൊഡ്യൂളിലുള്ള ഫങ്ഷനുകളെ നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷനുകളെ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിനായി അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അവയെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാനായി നമുക്ക് 4 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ മാർഗം ഇമ്പോർട്ട് മൊഡ്യൂളിൻ്റെ പേര്. ഇപ്പോൾ മാത്ത് ഒരു മൊഡ്യൂളാണ്. മറ്റു മൊഡ്യൂളുകൾ നമുക്ക് പരിചയപ്പെടാം. തൽക്കാലം മാത്ത് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളുണ്ട്. ഈ മൊഡ്യൂളിൽ ധാരാളം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത സെഷനിൽ നമ്മൾ മാത്ത് മൊഡ്യൂളിനെ വളരെ വിശദമായി പരിചയപ്പെടുന്നതാണ്. അപ്പോൾ മാത്ത് മൊഡ്യൂളുകളെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം? അതിന് 4 മാർഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇമ്പോർട്ട് എന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മാത്ത് ഇമ്പോർട്ട് ചെയ്യാം? അപ്പോൾ ഒന്നാമത്തെ മാർഗം ഇമ്പോർട്ട് മൊഡ്യൂൾ, എക്സാമ്പിൾ ഇമ്പോർട്ട് മാത്ത്. രണ്ടാമതൊരു മാർഗം ഇമ്പോർട്ട് മൊഡ്യൂൾ ആസ് ഐഡൻറ്റിഫയർ. ഇപ്പോൾ നമ്മൾ മറ്റൊരു ഡമ്മി പേര് വിളിച്ചുകൊണ്ട് ഈ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് സൗകര്യപ്രദമായ ഒരു പേരിൽ നമുക്ക് ഈ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാം. അതിന് ഇമ്പോർട്ട് മൊഡ്യൂൾ ആസ് ഐഡൻറ്റിഫയർ. മൂന്നാമത്തെ മാർഗം ഫ്രം മൊഡ്യൂൾ ഇമ്പോർട്ട് സ്റ്റാർ, എക്സാമ്പിൾ ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. ഇങ്ങനെ ചെയ്താൽ എല്ലാ ഫംഗ്ഷനുകളെയും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു മാർഗം ഫ്രം മൊഡ്യൂൾ ഇമ്പോർട്ട് ഫങ്ഷൻസ് 1, ഫങ്ഷൻ 2 എക്സെട്ര. ഇപ്പോൾ മാത്തിൽ സൈനും കോസും ഓരോ ഫംഗ്ഷനുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രം മാത്ത് ഇമ്പോർട്ട് സൈൻ കോസ്. നമ്മൾ ഈ 4 വ്യത്യസ്ത രീതിയിൽ മൊഡ്യൂളുകളെ ഇമ്പോർട്ട് ചെയ്യുന്നത് പരിചയപ്പെടുകയാണ്. അതിനായി ഞാൻ ഒരു പൈത്തൺ ഇൻ്റർപ്രെറ്റർ എടുത്ത്, അപ്പോൾ ഇമ്പോർട്ട് മാത്ത് ഇങ്ങനെയാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മാത്ത് ഇമ്പോർട്ട് ചെയ്തു. ഇനി മാത്തിലെ ഒരു ഫങ്ഷൻ ഉപയോഗിക്കാം. അതിന് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യമേ മാത്ത് എന്ന മൊഡ്യൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ഒരു ഡോട്ട്. മാത്തിലെ ഒരു ഫങ്ഷനാണ് സൈൻ. സോ നമുക്ക് സൈൻ എടുക്കാം. സൈൻ ഓഫ് സൈൻ π/2 എത്രയാണെന്ന് നമുക്കറിയാം. സൈൻ 91 ആണ്. അപ്പോൾ ഞാൻ പൈനെ 3.14 എന്നിരുന്നു, /2. അപ്പോൾ സൈൻ π/2 ആണ്. ഓർക്കുക, സൈനിൻ്റെ ആർഗ്യുമെൻ്റ് ആംഗിളിന് റേഡിയൻ ആയിരിക്കണം. അപ്പോൾ നമുക്ക് 0.999 കിട്ടി. നമ്മൾ പൈൻ്റെ വാല്യൂ കൃത്യമായി കൊടുക്കാത്തത് കൊണ്ടാണ് അത് 1-ലെത്താത്തത്. സോ ഇങ്ങനെയാണ് മാത്തിലെ ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. മാത്തിലെ മറ്റൊരു ഫങ്ഷൻ ആണ് ഫാക്ടോറിയൽ. മാത്ത് ഡോട്ട് ദെൻ ഫാക്ടോറിയൽ ഓഫ് സേ 4 ഫാക്ടോറിയൽ നമുക്ക് കിട്ടും. ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 ആണ്. സോ ദാറ്റ് ഈസ് 24. ക്ലിയർ? ഇനി ഞാൻ രണ്ടാമത്തെ മാർഗം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
അതിനായി ഞാൻ വീണ്ടും ഒരു പൈത്തൺ ഇൻ്റർപ്രറ്റർ എടുത്തിട്ടുണ്ട്. ഇമ്പോർട്ട് മാത്ത് ആസ്, ഞാൻ മറ്റൊരു പേരിൽ ഇതിനെ ഇമ്പോർട്ട് ചെയ്യാണ് എം. അപ്പോൾ ഇനി ഞാൻ മുമ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ മാത്ത് ഡോട്ട് എന്നെഴുതിയതിന് പകരം എം ഡോട്ട് എന്നെഴുതിയാൽ മതി. അപ്പോൾ നമുക്കൊരു ചുരുക്ക പേരിൽ ഈ മൊഡ്യൂളുകളെ ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ചില മൊഡ്യൂളുകൾ വളരെ ലെങ്തി നെയിം ഉള്ളതാണ്. ഉദാഹരണത്തിന് മാറ്റ് പ്ലോട്ട് ലിബ് ഡോട്ട് പൈ പ്ലോട്ട്, ഇത് പ്ലോട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ എവറി ടൈം നമുക്ക് മാറ്റ് പ്ലോട്ട് ലിബ് ഡോട്ട് പൈ പ്ലോട്ട് എന്നെഴുതുന്നത് പ്രയാസമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇയാളെ PLT ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ import as PLT. ഇത് നമുക്ക് പിന്നീടെല്ലാം PLT എന്ന് എഴുതിയാൽ മതിയോ. അപ്പോൾ ഇതൊരു സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ചുരുക്ക പേരിൽ ഈ മൊഡ്യൂളുകളെ വിളിക്കാൻ പറ്റും. നമുക്കിനി മാത്ത് മൊഡ്യൂളിലെ മുമ്പ് ചെയ്തതുപോലെ എങ്ങനെ സൈനും കോസും ഒക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ മാത്ത് ഡോട്ട് എന്നതിന് പകരം ഇപ്പോൾ എം ഡോട്ട് എന്നെഴുതിയാൽ മതി. ഇപ്പോൾ എം ഡോട്ട് പൈ എക്സാമ്പിൾ എടുത്താൽ അതിലൊരു കോൺസ്റ്റൻ്റ് ആണ്, മാത്തിലുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ് പൈ, നമുക്ക് പരിചയമുള്ള 3.14 ആണ്. അപ്പോൾ പൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് സൈൻ π/2 നേരത്തെ ചെയ്ത പോലെ ചെയ്യണമെങ്കിൽ എം ഡോട്ട് സൈൻ ഓഫ് എം ഡോട്ട് π/2. ഓക്കെ, നിങ്ങൾക്ക് കാണാം ആൻസർ 1 ആണ്. അപ്പോൾ ഈ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ മറ്റൊരു ഐഡൻറ്റിഫയർ വെച്ച് ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ടൈപ്പിംഗ് എളുപ്പമാക്കാൻ വേണ്ടി, കോഡ് എഴുതുമ്പോഴുള്ള ടൈപ്പിംഗ് ഈസിയർ ആക്കാനായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡിലും രണ്ടാമത്തെ മെത്തേഡും തമ്മിൽ ബേസിക്കലി ഒരു വ്യത്യാസവുമില്ല. ശരി, നമുക്ക് അടുത്ത മൂന്നാമത്തെ മെത്തേഡ് പരിചയപ്പെടാം. ഫ്രം പർട്ടിക്കുലർ മൊഡ്യൂൾ ഇമ്പോർട്ട് സ്റ്റാർ. അപ്പോൾ അതിനകത്തുള്ള എല്ലാ ഫങ്ഷനുകളെയും ഇമ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ അടുത്ത മാർഗം. സോ വീണ്ടും ഞാനൊരു പൈത്തൺ മൊഡ്യൂൾ എടുത്തു, പൈത്തൺ ഇൻ്റർപ്രറ്റർ എടുത്തു. അപ്പം ഞാനിവിടെ ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ, ഇതിലുള്ള എല്ലാ ഫങ്ഷനുകളെയും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഓർക്കുക, പണ്ട് നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷനുകൾ എങ്ങനെയാണോ ഉപയോഗിച്ചത് അതേപോലെ ഇപ്പോൾ മാത്തിലുള്ള എല്ലാ ഫങ്ഷനുകളെയും ഉപയോഗിക്കാം. അതായത് പൈത്തണിൻ്റെ ബിൽറ്റ് ഇൻ ഫങ്ഷനുകളെ പോലെ ആ ഫങ്ഷനുകളുടെ കൂടെ ഇപ്പോൾ മാത്തിലുള്ള എല്ലാ ഫങ്ഷനുകളും അവൈലബിൾ ആയിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് സൈൻ ഉപയോഗിക്കാം. മുമ്പ് എം ഡോട്ട് എന്ന് കൊടുത്തതിന് പകരം ഇവിടെ സൈൻ ഓഫ് π/2 ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ആൻസർ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ മെത്തേഡിൻ്റെ പ്രത്യേകത. എല്ലാ ഫങ്ഷനുകളും ബിൽറ്റ് ഇൻ ഫങ്ഷനുകളെ പോലെ ബിഹേവ് ചെയ്യും. ഇനി നമ്മളുടെ നാലാമത്തെ മെത്തേഡ് പരിചയപ്പെടാം. നാലാമത്തെ മെത്തേഡിൽ നമുക്ക് ആവശ്യമുള്ള ഫങ്ഷനുകളെ മാത്രം ഇമ്പോർട്ട് ചെയ്യുക. വീണ്ടും ഞാനൊരു പൈത്തൺ ഷെൽ എടുത്തു. അതിൽ ഫ്രം മാത്ത് ഇമ്പോർട്ട് പൈ സൈൻ. ഓക്കെ, എനിക്കിപ്പോൾ പൈയും സൈനും ഉപയോഗിക്കാം. ഇപ്പോൾ മുമ്പ് ഞാൻ ചെയ്തതുപോലെ സൈൻ ഓഫ് π/2 സൈൻ 90, ദാറ്റ് ഈസ് 1 നമുക്ക് കിട്ടും. അപ്പോൾ പൈയും സൈനും ഉപയോഗിച്ചു. എന്നാൽ ഞാൻ ഫാക്ടോറിയൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഫാക്ടോറിയൽ ഓഫ്
4. ഓക്കെ, നിങ്ങൾക്ക് എറർ കിട്ടും, ഫാക്ടോറിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം നമ്മളിതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പൈയും സൈനും മാത്രമേ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഈ മെത്തേഡിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മാത്ത് ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. മാത്ത് ഡോട്ട് ഫാക്ടോറിയൽ ഓഫ് 4 ഇങ്ങനെ നമുക്ക് എറർ കിട്ടും. മാത്ത് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ മാത്ത് ഇമ്പോർട്ട് ചെയ്യില്ല, പകരം ആ മൊഡ്യൂളിലെ സ്പെസിഫൈ ചെയ്ത ഫംഗ്ഷൻ മാത്രം. എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ 4 മെത്തേഡുകൾ ഇങ്ങനെയാണ്. ഒന്നുകിൽ ഇമ്പോർട്ട് മൊഡ്യൂൾ, 2 ഇമ്പോർട്ട് മൊഡ്യൂൾ ആസ് ഐഡൻറ്റിഫയർ, 3 ഫ്രം മൊഡ്യൂൾ ഇമ്പോർട്ട് സ്റ്റാർ, 4 ഫ്രം മൊഡ്യൂൾ ഇമ്പോർട്ട് ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ 2 എക്സെട്ര.